அப்பா வீட்டுல எப்போதும் சந்தோஷமே. கைய தட்டி போட்டு அப்பா வீட்டுல எப்போதும் ஆடலும். ஒருத்தன் பிரசன்ஸை நான் எப்பவுமே கேரி பண்ணிட்டு இருக்கிறேன் அப்படின்ற கான்சியஸ்னஸ் உனக்குள்ள வந்தாலே போதும். நீ தூங்கும் போது உனக்குள்ள தேவ பிரசனம் இருக்கு. நீ உட்கார்ந்து டிவி பார்த்துட்டு இருக்கும் போது உங்களை ஆண்டவர் இருக்காரு. பாஸ்டர் என்ன பண்ணிட்டு இருக்கீங்க? கிரிக்கெட் விளையாண்டுட்டு இருக்கேன்பா. பாஸ்டர் இந்த அம்மாவுக்கு கேன்சர், ஜெபம் பண்ண முடியுமா? ஐயோ இன்னைக்கு நான் ஜெபம் பண்ணலையே அப்படிலாம் ஓட மாட்டேன். நேரா ஓடி போய் ஏசு நாமத்தில் அடிச்சு வெளியே போ, சுகமாக ஆமென் போடுறா பந்த. ക്രൈസ്തവ സംഗീത ലോകത്തെ നിറസാന്നിധ്യമാണ് പാസ്റ്റർ ജോൺ ജെബരാജ്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും പാസ്റ്ററിനെ അറിയാത്തവർ ചുരുക്കമാണ്. അതുപോലെ ശുശ്രൂഷയിലും ക്രിസ്തീയ ലോകത്തെ അഭിവാജ്യ ഘടകമായി മാറിയ ജോൺ ജെബരാജ് ഇന്ന് വിവാദങ്ങളിൽ നിറഞ്ഞ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് പോക്സോ കേസിൽ, അതും 2 പോക്സോ കേസിൽ പ്രതിയായിരിക്കുകയാണ്. ഞെട്ടലോടെ അല്ലാതെ ഈ വാർത്ത കേൾക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് പാസ്റ്റർ ജോൺ ജെബരാജിന് സംഭവിച്ചത്? എവിടെയാണ് ശുശ്രൂഷയിലും സംഗീതത്തിലും അദ്ദേഹത്തിന് പിഴച്ചത്? എന്തുകൊണ്ടാണ് ക്രിസ്തീയ മേഖലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർക്കഥയാകുന്നത്? 1984 ഫെബ്രുവരി 10 തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിൽ ജനിച്ച ജോൺ ജെബരാജിന്റെ അമ്മ മുസ്ലിമും അച്ഛൻ ക്രിസ്ത്യാനിയുമാണ്. 17-ാം വയസ്സിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിനു വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച ജോൺ ജെബരാജ് പ്രശസ്തി നേടുന്നത് തന്റെ സംഗീത ശുശ്രൂഷയിലൂടെയാണ്. എബനേസരെ, ഉയർമലയോ, ഉണ്മൈ എന്നിങ്ങനെ അനവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചതോടെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ ജോൺ ജെബരാജ് കിങ്സ് ജനറേഷൻ എന്ന പേരിൽ ഒരു സഭ തുടങ്ങുകയും അതിന്റെ പാസ്റ്ററായും പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് തന്റെ ശുശ്രൂഷയിൽ സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. പക്ഷേ മുൻപോട്ട് പോകുന്തോറും ലോകമെന്ന് നമ്മൾ വിളിക്കുന്ന സമൂഹത്തിലെ പല കാര്യങ്ങളും ജോൺ ജെബരാജിന്റെ ശുശ്രൂഷയിൽ നിഴലിക്കുവാൻ തുടങ്ങി. സംഗീത ശുശ്രൂഷയിൽ സിനിമാ സ്റ്റൈൽ നൃത്ത ചുവടുകളും ഒരു സിനിമാ ഗാനത്തിലെ വസ്ത്രധാരണവും സർവ്വസാധാരണമായി മാറി. തുടർന്ന് അനേക വിമർശനങ്ങൾക്ക് വിധേയനായെങ്കിലും തന്റെ ശൈലി മാറ്റാതെ ഉറച്ചു തന്നെ ജോൺ ജെബരാജ് നിന്നു. അവസാനം ഇറങ്ങിയ തന്റെ യുദ്ധരാജസിംഹം എന്ന പാട്ടിൽ ഒരു സിനിമാ സ്റ്റൈൽ എൻട്രിയും ഡാൻസും കണ്ട് ക്രൈസ്തവ ലോകം അമ്പരന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിച്ച ഈ അവസ്ഥയ്ക്ക് പിന്നിൽ ലോകത്തിനോടുള്ള ആകർഷണമാണോ കാരണമായതെന്ന് ക്രൈസ്തവ സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വചനം പറയുന്നു, ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. പോക്സോ നിയമപ്രകാരം 2 ലൈംഗിക കുറ്റകൃത്യങ്ങളിലാണ് കോയമ്പത്തൂർ പോലീസ് FIR ഫയൽ ചെയ്തിരിക്കുന്നത്. 17-14 വയസ്സുകളിലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കോയമ്പത്തൂരിലെ GN മിൽസ് ഏരിയയിലെ വസതിയിലാണ് പാസ്റ്റർ ആക്രമിച്ചത്. ജെബരാജിന്റെ ഭാര്യയുടെ പിതാവ് ദത്തെടുത്ത് വളർത്തുന്നതാണ് 17-കാരി. മറ്റേയാൾ അയൽവാസി. കഴിഞ്ഞ വർഷം ജെബരാജിന്റെ വീട്ടിൽ പാർട്ടിക്ക് പോയപ്പോഴായിരുന്നു സംഭവം. 2 പെൺകുട്ടികളെയും ലൈംഗികമായി ഉപദ്രവിക്കുകയും തുടർന്ന് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പറയുന്നു. 14-കാരി മാതാപിതാക്കളോട് പരാതിപ്പെട്ടതിനെ തുടർന്നാണ് സംഭവം പുറം ലോകം അറിയുന്നത്. മാർച്ച് 21 മുതൽ പാസ്റ്റർ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവം നമുക്കും ഒരു പാഠമായി തീരേണ്ടതാണ്. കള്ളപ്രവാചകന്മാരെയും ദുരുപദേശകരെയും തിരിച്ചറിയുകയും അവരെ മാറ്റി നിർത്തേണ്ടതും ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലോകത്തോടുള്ള ആകർഷണം നമ്മുടെ ശുശ്രൂഷയെ തകർക്കുമെന്നും വിരുദ്ധ തെറ്റിക്കുമെന്നും ഓരോ ശുശ്രൂഷകരും ഓർക്കേണ്ടതാണ്.